നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കണക്ക് തീർത്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. ആ കണക്കു തീർക്കാനിടയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് പലതവണ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ അഹങ്കാരം ഇന്ത്യ കണക്കു തീർത്ത് തിരിച്ചു കൊടുക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. പാകിസ്ഥാന്റെ ഉള്ളിൽ മിസൈൽ ആക്രമണത്തിനും നാവികസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. നിരവധി തവണയാണ് ഇവർക്ക് നിർദ്ദേശം ലഭിച്ചത്. എന്നാൽ ആക്രമണത്തിനുള്ള അവസാന നിർദ്ദേശം നാവികസേനയ്ക്ക് ലഭിച്ചതുമില്ല. പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള തയ്യാറെടുപ്പുകളും നാവികസേന നടത്തിയിരുന്നു. പാക് സേനയുടെ കപ്പലുകളും തുറമുഖങ്ങളിലെ അന്തർവാഹിനികളും ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. സമ്പൂർണമായ ആക്രമണത്തിന് തൊട്ടടുത്തായിരുന്നു ഇന്ത്യൻ നാവികസേനയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കറാച്ചിയിലെ പാക് നാവികസേന കപ്പലുകളായിരുന്നു പ്രാഥമിക ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത്. അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാവുന്ന ക്ലബ്ബ് പരമ്പരയിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും അവസാന നിർദ്ദേശം കാത്തിരുന്നു. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അവസാന തയ്യാറെടുപ്പുകളിലുണ്ടായിരുന്നു. കപ്പലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയം ആക്രമണം ആരംഭിക്കാനായിരുന്നു പദ്ധതി. പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖവും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. നാവികസേനയ്ക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നുവെങ്കിൽ പാക് യുദ്ധക്കപ്പലുകളടക്കം ലക്ഷ്യത്തിൽപ്പെടുമായിരുന്നു. പാക് യുദ്ധക്കപ്പലുകളേക്കാൾ ഏറെ മേന്മയിൽ മുന്നിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ എന്നതാണ് ശ്രദ്ധേയം. കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന നാവികസേനയുടെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകളായിരുന്നു. ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ ആക്രമണം സംഭവിച്ചിരുന്നു എങ്കിൽ പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ നാമാവശേഷമാവുമായിരുന്നു. MiG-29K ഫൈറ്റർ ജെറ്റുകളും ആക്രമണത്തിന് സന്നദ്ധമായിരുന്നു. ജെറ്റുകളുടെ ആക്രമണ ലക്ഷ്യവും നിർണയിക്കപ്പെട്ടിരുന്നു. മെയ് 6-7 ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 9 പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ വെടിയേറ്റു മരിച്ചതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തോയ്ബ ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി.